നമ്മുടെ തൊഴിലിനെയും അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും കുറച്ചുകൂടി ലളിതമാക്കുന്നതിന് വേണ്ടിയുള്ള കാലങ്ങളായിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ ഓരോ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വന്നത്. ഈ അടുത്ത കാലത്തായി വളരെയധികം പ്രചാരത്തിലായി കൊണ്ടിരിക്കുന്ന ഒരു റോട്ടറി സ്ലൈഡിംഗ് ഫെൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു 23 അടി ഫ്രണ്ടേജുള്ള ഒരു ഗോഡൗണിൽ അതിൻ്റെ ഫ്രണ്ടേജ് മുഴുവൻ ആക്സസ് കിട്ടുന്ന രീതിയിൽ മുഴുവനായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രൈറ്റ് ആയുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്ന പോർഷനിൽ നിർമ്മാണ പണികൾ നടക്കുന്നത് കൊണ്ട് ആ ഡിസൈൻ മാറ്റൽ അനിവാര്യമായി വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു റോട്ടറി ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റിനെ കുറിച്ച് അവർ അന്വേഷിച്ചത്. 4.5 അടി ഉയരവും 23 അടി നീളമുള്ള ഒരു സിംഗിൾ ഫ്രെയിമിനെ ഒരു റോട്ടറി ഗേറ്റാക്കി മാറ്റുന്ന പണിയാണ് നമ്മൾ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചത്. അവർ ആ ഫ്രെയിം കട്ട് ചെയ്ത് 2.5 അടി വീതിയും 4.5 അടി ഉയരമുള്ള 9 ഫ്രെയിമുകൾ ഉണ്ടാക്കി. സാധാരണ റോട്ടറി ഗേറ്റിന് ചെയ്യുന്നത് പോലെ 16 mm റൗണ്ട് റാഡ് ഉപയോഗിച്ച് അതിനുള്ള റെയില് നിർമ്മിച്ചു. റോട്ടറി വീല് വെച്ച് അത് സെറ്റ് ചെയ്തെടുത്തു. മുൻഭാഗത്ത് ഉണ്ടായിരുന്ന ആ റെയില് വാഹനങ്ങളൊക്കെ കയറി ചെറിയ ബെൻഡ് വന്നതിനാലും അതുപോലെ വാട്ടർ ലെവലിംഗ് കൃത്യമായി നടത്താത്തതിനാലും അതുപോലെ അതിൻ്റെ മൂലയിലുള്ള ആർച്ച് ഭാഗത്ത് ആർച്ചിൻ്റെ റേഡിയസ് വളരെ കുറവായത് കൊണ്ടല്ല ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് അടയ്ക്കുന്ന സമയത്തും വീലുകൾ ട്രാക്ക് തെറ്റി ചില സമയത്ത് ഗേറ്റ് മറിയാൻ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ സുഹൃത്തുക്കൾ അത് പരമാവധി സോൾവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അത് ശരിയാക്കുന്നതിനുള്ള പണിയേറ്റത്. അങ്ങനെ നമ്മൾ ചെയ്തത് അതിൻ്റെ വാട്ടർ ലെവല് പരമാവധി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതേപോലെ തന്നെ അതിൻ്റെ കോർണറിൽ വരുന്ന ആർച്ച് ഭാഗത്ത് ആദ്യം 2.5 അടിയായിരുന്നു അതിൻ്റെ റേഡിയസ് ഉണ്ടായിരുന്നു. നമ്മളത് കൂട്ടി ഏകദേശം 5 അടി റേഡിയസ് വരുന്ന രീതിയിൽ അതിൻ്റെ ആർച്ച് ഭാഗം വലുതാക്കിയെടുത്തു. അതുപോലെ അതിന് വെച്ചിരുന്ന ഹിഞ്ചസ് ഫ്ലാറ്റ് ഹിഞ്ചസ് ആയിരുന്നു. സാധാരണ ഡോറുകൾക്കെല്ലാം വെക്കുന്ന രീതിയിലുള്ള ഫ്ലാറ്റ് ഹിഞ്ചസ് ആയിരുന്നു. അത് പിടിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, വളരെ കൃത്യമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഈ പർപ്പസിന് ഏറ്റവും നല്ലത് ഈ ഹബ്ബും പുഷും വരുന്ന രീതിയിലുള്ള ഹിഞ്ചസ് ആണ്. അത് അലൈൻമെന്റ് എല്ലാം കൃത്യമാക്കി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിന്റെ ട്രാക്കിന്റെ ഹൈറ്റിന്റെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീലുകൾ ട്രാക്ക് തെറ്റാതെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇതിന്റെ ക്യാച്ചർ. ഗേറ്റ് മറിയാതിരിക്കാൻ വേണ്ടി ഇതിനൊരു നൈലോൺ ക്യാച്ചർ, റെഡിമെയ്ഡ് നൈലോൺ ക്യാച്ചർ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് നിർബന്ധമായിട്ടും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് പിടിപ്പിക്കേണ്ട. അതുപോലെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ലോക്ക് സാധാരണഗതിയിൽ ഈ ഓടാമ്പലിൻ്റെ ഈ റാഡിൽ നിന്നും വരുന്ന ഫ്ലാറ്റ് പോർഷൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വല്പം മാറിയാണ് വരാറുള്ളത്. ഇതിൻ്റെ നമ്മൾ കുറച്ച് നീട്ടി ഒരു ഫ്ലാറ്റ് ബാർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലാറ്റ് ബാർ ഓടാമ്പൽ കയറി ഈ ഫിക്സഡ് ആയിട്ടുള്ള പില്ലറിലാണ് ഇതിൻ്റെ പൂട്ട് പീസ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ ഗേറ്റ് പുറകിലേക്ക് വലിക്കുന്ന സമയത്ത് ഗേറ്റ് പുറകിലേക്ക് വരില്ല, പൂർണ്ണമായും ലോക്കായി വെക്കും. നമ്മൾ നിർമ്മിച്ചിട്ടുള്ള 16 mm റാഡ് ഉപയോഗിച്ചിട്ടുള്ള ട്രാക്കിലും അതുപോലെ ഇതിന്റെ വീലുകളിലും ഇതിന്റെ ഹിഞ്ചസിലെല്ലാം ആവശ്യാനുസരണം ഗ്രീസ് അപ്ലൈ ചെയ്ത് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായി നമുക്ക് ഈ ഗേറ്റ് സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ഈ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനെല്ലാം സാധിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദശകങ്ങളായി ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഉപജീവനം നടത്തുന്ന ഞങ്ങളുടെ തൊഴിൽ പരിചയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് A to Z എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ചുകൊണ്ടും ചാനൽ ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.